ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിവെച്ച് നമ്മൾ അല്പനേരം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. എന്തെല്ലാം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്നത്. അർഹിക്കാത്ത പല നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന നാഥനെ അല്പനേരം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ഒരുപാട് നന്മകളുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾ നാശമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടന്നവരാണ്. ഈ ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായി. അതുകൊണ്ടാണ് പല ദേശത്തിൽ കിടന്ന് നമ്മൾ ഒരുമിച്ച് ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് ഇവിടെ ഒരുമിച്ച് ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ അല്പനേരം പാടി ദൈവത്തെ സ്തുതിക്കാം.
ഉറപ്പോടെ പറയാൻ സാധിക്കും, എന്റെ ആയുഷ്കാലം ഒക്കെയും ഞാൻ ഉള്ളിടത്തോളം കാലം എന്റെ യഹോവയെ പാടി ആരാധിക്കും. ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകളാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇയ്യോബ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായതുകൊണ്ടാണ് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഇയ്യോബിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോഴും എല്ലാരും പറഞ്ഞു ഈ ദൈവത്തെ തള്ളി പറയുക. പക്ഷേ ഈ ദൈവത്തെ ഇയ്യോബ് മാർവോട് ചേർത്തു. വിശ്വസ്തനായതുകൊണ്ടാണ് ഇയ്യോബിനെ ദൈവം ഉയർത്തിയത്. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ സാധിക്കും? എന്റെ ബലമായ കർത്തൻ നമ്മുടെ ശരണമായതുകൊണ്ട്, അവൻ ഉറപ്പുള്ള പാറയും ഉറപ്പുള്ള കോട്ടയും ആയതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് പാടി ആരാധിക്കാൻ പോവുകയാണ്. പ്രതികൂലവും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നാലും ഈ ദൈവത്തെ മുറുകെ പിടിച്ചോണ്ട് കേട്ടോ. ഈ ദൈവത്തെ കണ്ടുമുട്ടിയതിന്റെ പേരിൽ പലരും നമ്മളെ തള്ളി പറഞ്ഞിട്ടുണ്ട്, നമ്മളെ നോക്കി പ്രാഗിയിട്ടുണ്ട്, നമ്മളെ ശപിച്ചവരുണ്ട്. പക്ഷെ ശപിച്ചവർ മുമ്പിൽ നമ്മുടെ തല താഴുവാനല്ല ദൈവം ഇടയാക്കിയത്, നമ്മുടെ തലയെ ഉയർത്തുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്കാം. ഒരുമിച്ച് കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. Hallelujah.
ചെയ്ത് ക്രൂശിച്ച് അടക്കം ചെയ്ത് കല്ലറയിൽ ഒടുങ്ങുമെന്ന്. എന്നാൽ അവരൊക്കെ കണക്കൂട്ടുകൾ തെറ്റിപ്പോയി. ഹല്ലേലൂയ. എന്റെ ദൈവം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ചത്ത കല്ലറയിൽ ഒടുങ്ങുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ആരിൽ നിന്ന് ഭാരപ്പെട്ടിരിക്കൊണ്ട് നിങ്ങളുടെ വിഷയത്തിന് മേൽ ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോ വിടുതല കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെട്ടിരിക്കണ്ട. നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുവാൻ കഴിവുള്ള ഒരപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഈ കർത്താവിനെ കണ്ടുമുട്ടിയതിന്റെ പേരിൽ വീട്ടുകാരും നാട്ടുകാരും സഭക്കാരും ഒക്കെ നമ്മെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞു. എന്നാൽ തള്ളിക്കളയാത്ത ഒരപ്പന്റെ മക്കളാണ് നമ്മൾ. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ തള്ളിക്കളഞ്ഞു, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ തള്ളിക്കളഞ്ഞു. എന്നാൽ തള്ളിക്കളയാത്ത ആ അപ്പനെ ആരാധിക്കുന്നവർക്ക് സന്തോഷമുണ്ട്.
അത്യനായ ക്രിസ്തയേശുവിൻ്റെ വളരെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഈ അനുഗ്രഹീത രാത്രി ഈ ശുശ്രൂഷകളിൽ സമർപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുക. ഇന്ന് രാത്രി ഒരുമിച്ച് ചിന്തിക്കുവാൻ പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 9 മിസ്രയീം ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടത്. മിസ്രയീം ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടത്. നമുക്ക് പറയാമോ? മിസ്രയീം ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ പെരുകുക. ഇന്ന് രാത്രിയിലെ എൻ്റെ സന്ദേശത്തിന്റെ കുറിമാനം അത്ഭുതങ്ങൾ പെരുകുക. ആമേൻ. ദൈവത്തിനൊരു നിർബന്ധം, മിസ്രയീമിൽ എന്റെ അത്ഭുതങ്ങൾ പെരുകണം. ആമേൻ. മോശ പ്രാർത്ഥിച്ചില്ല. കർത്താവ്, ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്, ഒരു നീണ്ട കാലഘട്ടത്തിന് ശേഷമാണ് ഞാൻ പോകുന്നത്, അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണം. ഞാൻ കാല് കുത്തുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കണം. ഞാൻ കൈ വെക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കണം. മോശ പ്രാർത്ഥിച്ചോ? മോശ പ്രാർത്ഥിച്ചിരുന്നോ? ഇല്ല. മോശയുടെ ഒറ്റ പ്രാർത്ഥനയിലും തന്റെ ശുശ്രൂഷയിൽ അത്ഭുതം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. അത്ഭുതം വെളിപ്പെടുത്തുവാൻ മോശയ്ക്കല്ല നിർബന്ധം. തന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ മോശയ്ക്കല്ല നിർബന്ധം. നിർബന്ധം ദൈവത്തിനാണ്. ഓ, മനസ്സിലാകുമ്പോൾ മിസ്രയീമിൽ അത്ഭുതങ്ങൾ പെരുകണം എന്നുള്ളത് മോശയുടെ താല്പര്യമല്ല, തമ്പുരാന്റെ താല്പര്യമാണ്. ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങൾ പെരുകുന്ന രാത്രിയാണ്. വിശ്വസിക്കുമെങ്കിൽ ആയിരിക്കുന്ന ദേശത്തിൽ ഇന്നലെ വരെ അത് വെളിപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇനി അത് വെളിപ്പെടുകയില്ലെന്ന് ചിന്തിക്കേണ്ട. ദൈവത്തിന്റെ ഒരു സീസൺ, അത്ഭുതങ്ങളുടെ ഒരു സീസൺ ദൈവം തുറക്കുകയാണ്. ദൈവദാസരുടെ ഭാഷിപ്പിച്ചിരുന്ന സമയത്ത് പറഞ്ഞൊരു വാക്കിനെ ഹഠാത്താകർഷിച്ചു. ഹല്ലേലൂയ. അതെ, അന്യഭാഷകളിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ദൈവസഭയിൽ എത്ര പേരുണ്ടെന്നുള്ളതല്ല വിഷയം, ഉള്ളവർ അഭിഷേകം ഉള്ളവരാണോ വിഷയം. ഒരു സേനയായി ഈ ദേശത്ത് ദൈവം നിർത്തിയിരിക്കുന്ന അത്ഭുതങ്ങൾ ഈ സഭയിൽ വെളിപ്പെടും, സഭയിലൂടെ വെളിപ്പെടും. അത്ഭുതങ്ങൾ നിങ്ങളിൽ വെളിപ്പെടുന്നത് മാത്രമല്ല, അത്ഭുതങ്ങൾ നിങ്ങളിലൂടെ വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. ഈജിപ്റ്റ് ഒരു ഉത്തരാഫ്രിക്കൻ രാജ്യമാണ്. ഏഷ്യയും ആഫ്രിക്കയും വേർതിരിക്കുന്ന സൂയസ് കനാലും അഖാബ ഉൾക്കടലും ചങ്കടലും ഒക്കെ അതിർത്തി നിർണയിക്കുന്നതായ ഒരു ഭൂപ്രദേശമാണ്. അതിന്റെ 100-96% മരുഭൂമിയാണ്. 4% മാത്രമാണ് വാസയോഗ്യമായ സ്ഥലമുള്ളത്. അതെ, ഈ രാജ്യത്തിന്റെ പ്രത്യേകത, ഈജിപ്തിന്റെ പ്രത്യേകത, അവർ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. 2600-ലധികം ആരാധന മൂർത്തികൾ അവർക്കുണ്ടായിരുന്നു. അവരുടെ ഒരു പ്രധാന ദേവനാണ് നൈൽ. നമ്മുടെ നാട്ടിൽ ബ്രഹ്മപുത്ര ഒഴികെയുള്ള ബാക്കി നദികളെയെല്ലാം ദേവിമാരുടെ സങ്കല്പത്തിലാണ് പറയാറുള്ളത്, ദേവിമാരായിട്ടാണ്. എന്നാൽ അവരുടെ നൈൽ എന്ന് പറയുന്നത് ഒരു ദേവിയായിട്ടല്ല, നൈൽ ദേവനാണ് അവർക്ക്. നൈലിനെ സൂര്യനെ ഒക്കെ വിളിക്കുന്നത് സ്തോത്രം റേ എന്നാണ്. റേ, അതിൽ നിന്നാണ് എക്സ് റേ എന്ന വാക്കൊക്കെ വന്നിട്ടുള്ളത്. സ്തോത്രം. അങ്ങനെ സൂര്യൻ അവർക്ക് ദേവനാണ്, നൈൽ അവർക്ക് ദേവനാണ്. അങ്ങനെ ഭൂത പ്രേതാദികളെ ഒക്കെ ആരാധിക്കുന്നതായ ഒരിടമാണ് മിസ്രയീം. 2600-ലധികം ആരാധന മൂർത്തികളുണ്ട് എന്ന് പറഞ്ഞാൽ മന്ത്രവാദവും ആഭിചാരവും കൊടികുത്തി വാഴുന്ന മണ്ഡലമാണ് മിസ്രയീം. അവിടെ അത്ഭുതങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ വടി മോശ താഴെയിട്ടപ്പോൾ അത് പാമ്പായതുപോലെ അവൻ വടിയിട്ട് വടിയെ പാമ്പാക്കാൻ കഴിയുന്ന വിദ്യ അറിയാവുന്ന മന്ത്രവാദികൾ അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരിടമാണ്. അവിടെ അത്ഭുതങ്ങൾ നടക്കുന്ന ഇടമാണ്. പൈശാചിക ശക്തിയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഇടമാണ് മിസ്രയീം. എന്നാൽ
ഇന്ന് വരെ കഴിഞ്ഞ 400 കൊല്ലത്തിലധികമായി അവിടെ എന്ത് നടന്നിട്ടില്ല? യഹോവയുടെ അത്ഭുതം നടന്നിട്ടില്ല. വേറെ പല അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, വേറെ പല അടയാളങ്ങൾ നടന്നിട്ടുണ്ട്. മിസ്രൈമിൽ ഇന്ന് വരെ എന്ത് നടന്നിട്ടില്ല? യഹോവയുടെ അത്ഭുതം നടന്നിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 400 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഇസ്രായേൽ മക്കളുടെ വിടുതലുമായി ബന്ധപ്പെട്ട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ വാക്ക് ഫറവോൻ കേൾക്കത്തില്ല. എന്തുകൊണ്ട് കേൾക്കത്തില്ല? എന്റെ അത്ഭുതങ്ങൾ അവിടെ പെരുകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വേണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് ഒറ്റ അത്ഭുതം കാണിച്ച് അവനെ വിടുവിക്കുവാൻ എനിക്ക് കഴിയും. പക്ഷെ ഞാനത് ചെയ്യത്തില്ല. ഫറവോന്റെ ഹൃദയത്തിനെ കല്ലുമാക്കിക്കൊണ്ടേയിരിക്കും. എന്താണെന്നറിയാമോ? എനിക്കൊരു നിർബന്ധമുണ്ട്, അവിടെ അത്ഭുതങ്ങൾ പെരുകണം. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്. ആത്മമണ്ഡലത്തെ ബന്ധിക്കുന്ന ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർക്ക് അത് പെട്ടെന്ന് പിടികിട്ടുന്ന ഒരു കാര്യമാണ്. നിങ്ങളായിരിക്കുന്ന മണ്ഡലം പൈശാചിക ശക്തികളുടെ ഈറ്റില്ലമാണെങ്കിലും അതിന്റെ നടുവിൽ ദൈവദത്തമായ ചിലത് വെളിപ്പെടുത്തി കാണിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മോശമനെ നോക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആയുധമായി മാറുവാൻ, ദൈവത്തിന്റെ ആയുധമായി മാറുവാൻ മോശമായ ദൈവത്തിന് ഈ തലമുറയിൽ ആവശ്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, എങ്ങനെയാണ് ഈ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലേക്ക് വന്നത്? അവർ വന്നത് അടിമകളായിട്ട് വന്നതല്ല, വന്ന അടിമകളായതാണ്. അടിമകളായി വരുന്നതും വന്ന അടിമകളാകുന്ന വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ ബാബേലിലേക്ക് അടിമയായി പോയി, അടിമയായി തന്നെ അവരെ കൊണ്ടുപോകുവാൻ. എന്നാൽ മിസ്രൈമിലേക്ക് ഇസ്രായേൽ വന്നത് അടിമയായിട്ടല്ല, പ്രഭുക്കന്മാരെ പോലെ വരുന്നത്. ഒരു റോയൽ ലെവലിൽ അവരുടെ വരവൊക്കെ, അവരെ പരിഗണിക്കുന്നതൊക്കെ റോയൽ ലെവലില്ല. കാരണം ഹല്ലേലൂയ, യാക്കോബിന്റെ മകൻ അവിടുത്തെ മന്ത്രിയാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് റോയൽ ലെവലിലാണ്. സ്തോത്രം. അവരവിടെ വസിക്കുന്നത് മിസ്രൈമിലെ ഏറ്റവും നല്ല ഒരു ഏരിയ അവർക്ക് താമസിക്കാൻ കൊടുത്തു. അവർക്ക് യാതൊന്നിനും മുട്ടുണ്ടായില്ല. എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ടായിരുന്നു, എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതായ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളതായ സംഭവങ്ങളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. മനസ്സിലാകുന്നു? നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാൻ ഈ കുവൈറ്റ് വന്നു, എനിക്ക് ഏറ്റവും അടുത്തയാള് രാജാവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണെങ്കിൽ, എനിക്ക് രാജാവിന് അദ്ദേഹം അത്രയും പ്രിയപ്പെട്ട ആളാണെങ്കിൽ, ഹല്ലേലൂയ, രാജാവിന് പ്രിയപ്പെട്ട വ്യക്തിയുടെ ഏറ്റവും അടുത്ത ആളാണ് ഞാനെങ്കിൽ, ഞാനിവിടെ വന്നത് അറിയുമ്പോൾ രാജാവ് നേരിട്ട് എനിക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കും. എനിക്ക് വേണ്ടിയുള്ള ഫുഡ് 5 സ്റ്റാർ ലെവലുള്ള ഫുഡാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാനിവിടെ വന്നാൽ എന്റെ ഫുഡ്, എന്റെ വാഹനം, എന്റെ യാത്രകൾ, എന്റെ സകലമായ കാര്യങ്ങളും രാജാവ് നേരിട്ടാണെങ്കിൽ, കൊട്ടാരത്തിൽ നിന്ന് നേരിട്ടാണെങ്കിൽ എന്റെ പ്രിവിലേജ് ഓർത്ത് നോക്കിക്കേ. മനസ്സിലാകുന്നുണ്ടോ? ഈ ലെവലിലാണ് ഇസ്രായേൽ മക്കൾ വന്നത്. ഹല്ലേലൂയ. വരുവാനുള്ള കാര്യം ഞാൻ ഒന്ന് ആമുഖമായി പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് ഓടി വരാം. സ്തോത്രം. നമുക്ക് എടുക്കാം ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 26-27 വാക്യം. യാക്കോബിനും വീണ്ടും എന്തു വന്നു? അപ്പോൾ എന്തു ഇല്ലായിരുന്നു? ആമേൻ. ചൈതന്യം ഉണ്ടായിരുന്നു, ആ ചൈതന്യം നഷ്ടപ്പെട്ടു, ആ ചൈതന്യം വീണ്ടും പ്രാപിച്ചു. ഉണ്ടായിരുന്ന ചൈതന്യം, നഷ്ടപ്പെട്ട ചൈതന്യം, വീണ്ടും പ്രാപിക്കുന്ന ചൈതന്യം. സങ്കീർത്തനത്തിന്റെ ഓർപ്പിച്ചു, ചൈതന്യമുള്ളവരാകുക. മനസ്സിലാകുന്നുണ്ടോ? ചൈതന്യം. യോസേഫ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ യാക്കോബിന് എന്തുണ്ടായിരുന്നു? ചൈതന്യം ഉണ്ടായിരുന്നു. യോസേഫ് നഷ്ടപ്പെട്ടത് അവന്റെ ചൈതന്യത്തെ ഇല്ലാതാക്കി. എന്നാൽ ദീർഘവർഷങ്ങൾക്ക് ശേഷം ആ നഷ്ടപ്പെട്ട ചൈതന്യം തിരികെ പിടിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇത് രാത്രിയുടെ ശ്രദ്ധിച്ച് കേൾക്കണമേ. എങ്ങനെയാണ് ചൈതന്യം നഷ്ടപ്പെട്ടത്?
യോസേപ്പ് നഷ്ടപ്പെട്ടു എന്ന് അവൻ നേരിട്ടവൻ കണ്ടില്ല, നേരിട്ടറിഞ്ഞതുമില്ല. ഇവന്റെ മറ്റു മക്കൾ യോസേപ്പിന്റെ സഹോദരന്മാർ പറഞ്ഞ ഫോസ്ക്കാണ് അവന്റെ ചൈതന്യത്തെ ഇല്ലാതാക്കിയത്. ആമേൻ. ഫോസ്കിന്റെ ശക്തി ഭയങ്കരമാണ്. ഫോസ്കുകൾ ചൈതന്യത്തെ ഇല്ലാതാക്കും. ആമേൻ. സന്തോഷത്തെ കെടുത്തിക്കളയും. ഹല്ലേലൂയ. ദീർഘവർഷങ്ങൾ ആ ദൈവഭക്തനെ ആമേൻ നിരാശയിൽ ബന്ധിച്ചത് അവൻ കേട്ട ഒരു ഫോസ്കാണ്. ഇന്നലകളിൽ ശത്രു നിന്നെ തളർത്തുവാൻ വേണ്ടി, നിരാശപ്പെടുത്തുവാൻ വേണ്ടി, നിന്റെ ധൈര്യം ഇല്ലാതാക്കുവാൻ വേണ്ടി നിന്റെ ചെവിയിൽ വന്ന് പറയിപ്പിച്ച സത്യമെന്ന് തോന്നിപ്പിക്കുമാറ് സത്യത്തിന്റെ വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞ കള്ളങ്ങളെ സ്വന്തം തെളിയിക്കുന്ന സമയമുണ്ട്. ആ കള്ളങ്ങൾ അസ്തമിക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സത്യത്തെ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. നിന്റെ മേൽ അഭിഷേകമുണ്ടെന്ന്, നീ ആരാണെന്ന് ഇന്ന് രാത്രിയിൽ സ്വന്തം വെളിപ്പെടുത്തത്തക്കവണ്ണം ദൈവത്തിന്റെ കരം കളിക്കുന്ന രാത്രിയാണ്. യോസേപ്പ് നഷ്ടപ്പെട്ട കാര്യം കേൾവിയാൽ അവൻ അറിയുകയാണ്. കേൾവി മാത്രമല്ല, കേൾവിയെ ഉറപ്പിക്കാൻ എപ്പോഴും ഒരു കാഴ്ച വേണം. ആമേൻ. വിശ്വസനീയമാകാൻ അതിനുവേണ്ടി യോസേപ്പിന്റെ വസ്ത്രം, ആമേൻ, ഒരാളിനെ കൊന്ന് അതിന്റെ രക്തത്തിൽ മുക്കിയെടുത്തിട്ട് ഇത് യോസേപ്പിന്റെ അങ്കി, ആമേൻ, ദുഷ്ടമൃഗവനെ കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ഈ അങ്കി കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, ഈ അങ്കി രക്തത്തിൽ മുക്കി അങ്ങ് കൊടുത്തപ്പോൾ കാണത്തക്കവണ്ണമുള്ള തെളിവായി. അപ്പോൾ ഒരു കേൾവിയാലും ഒരു കാഴ്ചയാലും അവന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു. എന്നാൽ ഹല്ലേലൂയ, മാത്രമല്ല ഈ ചൈതന്യം നഷ്ടപ്പെട്ട വാർത്ത അവൻ തേടിപ്പോയപ്പോൾ കിട്ടിയതല്ല, അവനെ തേടി വന്ന വാർത്തയാണ്. അവൻ ഇരിക്കുന്ന വീട് തേടി വന്ന വാർത്തയാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ചൈതന്യം വരുത്തുന്ന വാർത്തയ്ക്കും രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് കേൾവിയുടെ തലം, രണ്ട് കാഴ്ചയുടെ തലം. മനസ്സിലാകുന്നുണ്ടോ? ചൈതന്യം നഷ്ടപ്പെട്ടത് കേൾവിയാലും കാഴ്ചയാലുമാണെങ്കിൽ ആ ചൈതന്യം വീണ്ടും മടക്കി തരുന്നത് വെറും കേൾവിയാൽ മാത്രമല്ല, കേൾവിയെ ഉറപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട സന്തോഷത്തെ എന്റെ ദൈവം മടക്കി തരാൻ പോകുകയാണ്. ദീർഘനാളുകൾ കൊണ്ട് ഇല്ലാതാക്കിയ, ശത്രു ഇല്ലാതാക്കിയ സന്തോഷത്തെ നീ മടക്കി ഭവിക്കുവാൻ പോകുകയാണ്. അഭിഷേകത്തെ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. ഈ വർഷങ്ങൾ ഇങ്ങനെ പോകുമ്പോഴും എത്ര വർഷം ഉണ്ടായെന്ന് എന്നോട് ചോദിച്ചാൽ എന്റെ ഒരു ചെറിയ ചിന്തയിൽ ഞാൻ പറയാം. ആമേൻ. 17ാമത്തെ വയസ്സിലാണ് യോസേപ്പ് നഷ്ടപ്പെടുന്നത്. യോസേപ്പ് മന്ത്രിയാകുന്നത് 30ാമത്തെ വയസ്സിലാണ്. ആമേൻ. അങ്ങനെ 30ാമത്തെ വയസ്സിൽ മന്ത്രിയായി, പിന്നീട് അവൻ വിവാഹം കഴിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ ക്ഷാമം ഉണ്ടാകുന്നു. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 10-17 വർഷം, ഒരു ഏകദേശം 20 കൊല്ലത്തിനടുത്ത് കാലഘട്ടം പോയിട്ടുണ്ട്. ഈ 20 കൊല്ലവും ഞാൻ സുമാർ 20 കൊല്ലം ചിന്തിക്കുക. ആ 20 കൊല്ലവും അല്ലെങ്കിൽ പോട്ടെ ഒരു 16 കൊല്ലം ഏറ്റവും ചുരുങ്ങിയത്, ഈ 16 കൊല്ലവും ആമേൻ, യാക്കോബ് യാഗമർപ്പിക്കുന്നുണ്ട്, യാക്കോബ് പാട്ടുപാടുന്നുണ്ട്, യാക്കോബ് പ്രാർത്ഥിക്കുന്നുണ്ട്, യാക്കോബ് ആരാധിക്കുന്നുണ്ട്. ആമേൻ. ഈ 16 കൊല്ലങ്ങളും യാക്കോബ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അവന്റെ പ്രാർത്ഥന നിന്നു പോയിട്ടില്ല, അവന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വന്നിട്ടില്ല. പക്ഷെ അകത്ത് സന്തോഷമില്ല. ദശാംശം കൊടുക്കുന്നുണ്ട്, പക്ഷെ അകത്തെന്തില്ല, ഇല്ല. പ്രസംഗം കേൾക്കുന്നുണ്ട്, ഏറ്റെടുക്കുന്നുണ്ട്, ഗ്ലോറി ഹല്ലേലൂയ ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ അകത്തെന്തില്ല, സന്തോഷമില്ല. മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ അകത്ത് സന്തോഷം ഇല്ലാതെ ആയിട്ടും ഉപവാസം മുടക്കാത്തവരുണ്ട്. അകത്ത് സന്തോഷം ഇല്ലാതായിട്ടും മറുപടി കണ്ടില്ല, മറുപടി കേട്ടില്ല, മറുപടി കിട്ടിയിട്ടില്ല. എങ്കിലും
അവൻ പ്രാർത്ഥന മുടക്കാത്തവർ ഉണ്ട്, ആരാധന മുടക്കാത്തവർ ഉണ്ട്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് മുടക്കാത്തവരുണ്ട്. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നിന്റെ സങ്കടം എന്ന ദൈവം അറിയുന്നുണ്ട്, നിന്റെ കണ്ണുനീർ അവൻ അറിയുന്നുണ്ട്, അവൻ നഷ്ടങ്ങളെ അവൻ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് നിന്റെ ചൈതന്യം നഷ്ടപ്പെടുന്നത് അവൻ അറിയുന്നുണ്ട്. ഇന്ന് രാത്രി നിന്നെ വിളിച്ചു പറയുന്നു, നിന്റെ കാത്തിരിപ്പിന് വിരാമം കുറിക്കത്തക്കവണ്ണം നഷ്ടപ്പെട്ട ചൈതന്യത്തെ മടക്കി തരുന്ന ദൈവപ്രവൃത്തി നിന്റെ വീട് തേടി വരാൻ പോകുന്നു. നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുന്നു, നിന്റെ കാതുകൊണ്ട് നീ കേൾക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ആമേൻ. യാക്കോബേ, ഒരു സംശയം. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബേ, യോസേപ്പിനെ നഷ്ടപ്പെട്ടത് കൊണ്ടല്ല നീ കരഞ്ഞത്. അതെ, ആമേൻ. ഇപ്പൊ നിനക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയല്ലോ. രഥം കണ്ടപ്പോ രഥമാണോ നീ കാണാൻ വേണ്ടി ആഗ്രഹിച്ചത്? രഥമാണോ കാണാൻ വേണ്ടി ആഗ്രഹിച്ചേ? അല്ല. ആരെ കാണാൻ വേണ്ടിയാ? എന്റെ കർത്താവേ, ഞാൻ കാണാൻ ആഗ്രഹിച്ചത് യോസേഫിനെയാ, എന്റെ മോനെയാ. അതിന് പകരം രഥം കാണിച്ചിട്ട് എന്തോ കാര്യമാ? രഥമല്ല എനിക്ക് കാണണ്ടേ. പക്ഷെ കർത്താവ് പറയുന്ന ഉത്തരവുണ്ട്. യാക്കോബ് ആ കാര്യത്തെ കുറിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട്. യാക്കോബ് പറയുന്നു, രഥമല്ല കാണേണ്ടത്, യോസേഫിനെയാണ് കാണേണ്ടത്. പക്ഷെ രഥം എനിക്കൊരു അടയാളമാണ്. രഥം എനിക്കൊരു അടയാളമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതിവേഗതയിൽ ഞാൻ എന്റെ മകനെ മുഖദാവിൽ കാണാൻ പോകുകയാണ്. അവൻ മറുപടി കിട്ടിയോ കിട്ടിയില്ല, പക്ഷേ അവൻ എനിക്ക് കിട്ടിയ അടയാളം എന്നെ ഉറപ്പിക്കുന്നു. ഈ വേഗതയിൽ സന്ധിക്കുവാൻ പോകുന്നു, വേഗതയിൽ സന്ധിക്കാൻ പോകുന്നു. ഏലിയാവിനോട് ചോദിക്കുക. ഏലിയാവ് പറയുകയാണ്, പ്രാർത്ഥനയൊക്കെ നിർത്തി ഹല്ലേലൂയ പറഞ്ഞ് ആശീർവാദം പറഞ്ഞിട്ട് ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് രാജാവേ, നീ പെട്ടെന്ന് നോക്കൂ, വലിയ മഴ വരുന്നുണ്ട്. എന്താ, ഒരു തുള്ളി പോലും വീണില്ലല്ലോ, ഒരു തുള്ളി പോലും വീണില്ല. പക്ഷെ എന്റെ കാതിൽ മുഴങ്ങിയ ഒരു മുഴക്കമുണ്ട്, ഞാൻ കണ്ണുകൊണ്ട് കണ്ട ഒരു അടയാളമുണ്ട്. അത് കൈപ്പത്തി പോലെ ഒരു മേഘമാണ്. മഴ പെയ്തില്ല, മഴ വീണില്ല, ഒരു തുള്ളി പോലും മേഘത്ത് വീണില്ല. പക്ഷേ എന്നെ കാണിച്ച കാഴ്ച എനിക്കൊരു ഉറപ്പാണ്, എനിക്കൊരു ധൈര്യമാണ്. പ്രാർത്ഥിച്ചോ. ദിവസങ്ങളിൽ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം, കാതുകൊണ്ട് കേൾക്കത്തക്കവണ്ണം അസാധാരണമായ നിലയിൽ ദൈവസഭയുമായി ബന്ധപ്പെട്ട ചില നിവർത്തീകരണങ്ങൾ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭക്തന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. ഇതെല്ലാം അടയാളങ്ങളാ. എന്തിന്റെ അടയാളങ്ങളാണെന്നറിയാമോ? അവൻ വരുവാൻ അവരവേറ്റവും ആസന്നമായിരിക്കുന്നു. എന്റെ പ്രാണപ്രിയന്റെ വരവ് വേഗതയിലായിരിക്കുന്നു. ഇനി കാലമധികം ഇല്ല പ്രിയരേ. എന്താ പാസ്റ്റർ ഉറപ്പ്? എന്താ ദൈവദാസനെ ഇത്ര ധൈര്യത്തോടെ പറയാൻ കഴിയ? ഞാൻ കാണുന്ന കാഴ്ചകൾ എന്റെ അടയാളങ്ങളാണ്, എന്നെ ഉറപ്പിക്കുകയാണ്. ഇന്നു രാത്രിയിൽ ദൈവം നിന്നെ കാണിക്കുന്ന കാഴ്ചകൾ നിന്നെ വീണ്ടും ഉറപ്പിക്കുകയാണ്. നിന്റെ നിയോഗങ്ങളിലേക്ക്, നിന്റെ ശുശ്രൂഷയിലേക്ക്, അഭിഷേകത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുവരികയാണ്. ന്റെ ഒന്നും കൂടെ വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം. അതെന്താ കാര്യം? മരിക്കുന്നു പറയുന്നു. ആര് പറയുന്നു? യാക്കോബ് പറയുന്നു മരിക്കുമെന്ന്. ധാന്യം കിട്ടിയില്ലെങ്കിൽ മരിക്കും. അപ്പൊ എന്റെ എന്താ പ്രശ്നം? എന്നാ ദാരിദ്ര്യമാണ് അല്ലേ? ക്ഷാമമാണ്. അബ്രഹാം വലിയ സമ്പന്നനായിരുന്നു അല്ലേ?
യാക്കോബോ അതിലേറെ സമ്പന്നൻ ആയിരുന്നു. ഇസ്ഹാക്ക് സമ്പന്നനായിരുന്നു, യാക്കോബും സമ്പന്നനായിരുന്നു. കാരണം ദൈവം അങ്ങ് ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ച മനുഷ്യനാണ്. യാക്കോബ് കടവിൽ വെച്ച് അവൻ ദൂതനുമായിട്ട് മല്ല് പിടിച്ച് അനുഗ്രഹം പിടിച്ചു വാങ്ങിച്ചവൻ. യാക്കോബിന്റെ വീട്ടിൽ ദാരിദ്ര്യവും, അബ്രഹാമിന്റെ കൊച്ചുമോന്റെ വീട്ടിൽ ദാരിദ്ര്യവും. ദൈവമേ, അങ്ങനെ സേവിക്കാൻ ഇറങ്ങിയ ഒരു ഭക്തന്റെ 3ാം തലമുറയായ യാക്കോബ്. ഹല്ലേലൂയ. അവന്റെ വീട്ടിൽ ദാരിദ്ര്യമോ? ദൈവം എന്തുകൊണ്ട് യാക്കോബിന്റെ വീട്ടിൽ ദാരിദ്ര്യം അനുവദിച്ചു? എന്തുകൊണ്ട് അനുവദിച്ചു? ഓക്കെ, ശ്രദ്ധിച്ചേ. യാക്കോബിന് മാത്രം സുഭിക്ഷതയുണ്ട്, അവന് മാത്രം നല്ല കടമുണ്ട്, ബാക്കി എല്ലായിടത്തും ദാരിദ്ര്യം വന്നു. ആമേൻ. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, യാഗമർപ്പിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന യാക്കോബിന്റെ വീട്ടിൽ ഭയങ്കര അനുഗ്രഹമാണ്. അങ്ങനെ നിർത്താൻ ദൈവത്തിന് കഴിയത്തില്ലേ? ക്ഷാമം മൊത്തം മൂടിയിട്ടും ആമേൻ സാരഫത്തിലെ വിധവയുടെ വീട്ടിനകത്ത് ക്ഷാമം കിടന്ന് സൂക്ഷിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇത് കഴിയത്തില്ലേ? കഴിയത്തില്ലേ? കഴിയും. എന്റെ ചോദ്യം, ദൈവമേ അങ്ങ് എന്തുകൊണ്ട് ആമേൻ യാക്കോബ് ദരിദ്രനാകാൻ അനുവദിച്ചു? യാക്കോബിന്റെ വീട്ടിൽ ധാന്യം ഇല്ലാതാക്കി. ആമേൻ. ധാന്യം എന്നൊക്കെ പറയുന്നത് അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്, അല്ലേ? ധാന്യം ചോദിച്ചത് കാറില്ലാതെ പോയെന്നാണോ? അച്ഛൻ കാറ് വാങ്ങിക്കാൻ അത് അനുഗ്രഹത്തിന്റെ ഒരു അടയാളമാണ്, സന്തോഷം. പക്ഷെ അതുപോലെയാണോ അരിയില്ലാതാകുന്നത്? ഗോതമ്പില്ലാതാകുന്നത് അതുപോലെയാണോ? ആമേൻ. എന്റെ ചോദ്യം, ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു? ദൈവം അത് അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മിസ്രൈമിൽ പോകേണ്ട ആവശ്യം വരത്തില്ല. മിസ്രൈമിൽ പോയില്ലെങ്കിൽ ആരെ കാണത്തില്ല. ഇവര് ധാന്യം വാങ്ങിക്കാൻ വേണ്ടി മിസ്രൈമിൽ പോയത് കൊണ്ടല്ലേ ആരെ കണ്ടത്? ഇല്ല. കാണുവോ? ഇല്ല. യാക്കോബിന്റെ ദുഃഖം മാറുവോ? അപ്പൊ യാക്കോബിന്റെ ദുഃഖം മാറി നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടും കിട്ടണമെങ്കിൽ യാക്കോബിന്റെ വീട്ടിൽ എന്തു വരണം? എന്തു വരണം? ക്ഷാമം വരണം. പിടികിട്ടുന്നുണ്ടോ? ചില ഞെരുക്കങ്ങൾ ചില മറുപടിക്ക് വേണ്ടിയാണ്. ചില ഞെരുക്കങ്ങൾ ചില മറുപടിക്ക് വേണ്ടിയാണ്. ചില ശൂന്യതകൾ ചില നന്മയ്ക്ക് വേണ്ടിയാ. ചില ഇല്ലായ്മകൾ നീ ഇന്ന് വരെ കാത്തിരുന്ന വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയോ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ റീസൺ ഇപ്പോൾ നമുക്ക് പിടികിട്ടത്തില്ല. അത് പിന്നത്തെ മനസ്സിലാവും. ഹല്ലേലൂയ. യാക്കോബ് പറയാ, എന്റെ ദൈവമേ, ക്ഷാമം വന്നത് കൊണ്ട് നന്നായി. ക്ഷാമം എന്ന ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ ഫാമിലിയെ കാണുക. ക്ഷാമം തന്ന ദൈവത്തിന് സ്തോത്രം. ക്ഷാമം തന്ന ദൈവത്തിന് സ്തോത്രം. പട്ടിണി തന്ന ദൈവത്തിന് സ്തോത്രം. അവൻ ആത്മീയം കൂടി ഇവന് ഭ്രാന്തായോ? അവൻ പറയും, ഇല്ല, ഇത് ഭ്രാന്തല്ല, ആ ക്ഷാമമാണ് എന്റെ മറുപടിയുമായി എന്നെ കൂട്ടിമുട്ടിച്ചത്. നിങ്ങളൊന്ന് ചിന്തിക്കണം. ആ ഭാഗം ധ്യാനിക്കുമ്പോ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഇപ്പൊ യാക്കോബിന്റെ വീട്ടിൽ വേറെ ഒരു വലിയ പ്രശ്നം നിൽക്കുക. എന്തില്ല? വീട്ടിനകത്ത് അരിയില്ല, ഗോതമ്പില്ല, ധാന്യമില്ല. ആ പ്രശ്നം നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ യാക്കോബിന് എന്ത് വീണ്ടും വന്നു? ഓർക്കം പറഞ്ഞേ, ചൈതന്യം വന്നു. അപ്പം ക്ഷാമവുമായി
ചൈതന്യത്തിന് ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ചൈതന്യം നഷ്ടപ്പെടുന്നതും ഇതും ദാരിദ്ര്യമായിട്ട് ബന്ധമൊന്നുമില്ല. ഹല്ലേലൂയ. അത് ഇന്ന് വരെ നാളെ പോകും. ഇതല്ല വിഷയം. ഈ നഷ്ടപ്പെട്ട യോസേഫ് വിഷയം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യോസേഫ് ക്രിസ്തുവിൻ നിഴലാണ്. ദൈവ സാന്നിധ്യമാണ് വിഷയം. നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം തിരിച്ചു പിടിച്ചോണം. എന്റെ ചൈതന്യത്തിന്റെ രഹസ്യം എന്റെ സമ്പത്തല്ല, എന്റെ സമ്പത്തല്ല, എന്റെ വീടിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ളതല്ല. എന്റെ ചൈതന്യത്തിന്റെ സീക്രട്ട് ഞാൻ വാങ്ങുന്ന കേടിയല്ല. എന്റെ ചൈതന്യം ബേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേടിയിലല്ല, ഡോളറിലല്ല. എന്റെ ചൈതന്യം ബേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവൻ കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ്. നീ കുറയ്ക്കരുത്. അഭിഷേകം ഇല്ലെങ്കിൽ നാം വട്ടപൂജ്യമാണ്. എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും, എത്ര സാമർഥ്യമുണ്ടെങ്കിലും, എത്ര വലിയ സൗന്ദര്യമുണ്ടെങ്കിലും, എത്ര വലിയ കഴിവുണ്ടെങ്കിലും അഭിഷേകം ഇല്ലെങ്കിൽ വട്ടപൂജ്യമാണ്. തിരിച്ചറിഞ്ഞോണം, തിരിച്ചറിഞ്ഞോണം. നീ എവിടെ പോയാലും നിന്റെ ജയത്തോടെ നിർത്തുന്നത് നിന്റെ വാക്ചാതുര്യതയല്ല, നിന്റെ സാമർഥ്യമല്ല, നിന്റെ കഴിവല്ല. നിന്നെ പകരപ്പെട്ടിരിക്കുന്ന ഒരഭിഷേകമുണ്ട്. അങ്ങനെ ഇന്ന് സ്വത്രം പറഞ്ഞോ. ഇന്ന് വന്നിരിക്കുന്ന രോഗത്തെ ഓർത്ത് സ്വത്രം പറഞ്ഞോ. ഇന്ന് കടന്നു പോകുന്ന ഞെരുക്കത്തെ ഓർത്ത് സ്വത്രം പറഞ്ഞോ. ഇന്നുള്ള അപകടങ്ങളെ ഓർത്ത് സ്വത്രം പറഞ്ഞോ. ഇന്ന് കടന്നു പോയിരിക്കുന്ന പ്രതിസന്ധി ഓർത്ത് സ്വത്രം പറഞ്ഞോ. നിന്റെ പേഴ്സ് കാലിയായിരിക്കുകയാണോ? സ്വത്രം പറഞ്ഞോ, സ്വത്രം പറഞ്ഞോ. അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുക, അതിന്റെ ചൈതന്യത്തിലേക്ക് നയിക്കുക. എന്റെ ദൈവം സർവശക്തനാണ്. അങ്ങനെ രഥത്തിൽ, രാജകീയ രഥത്തിൽ, നമ്മള് ഇന്നത്തെ BMW എന്നൊക്കെ പറയുന്ന പോലെയാ അന്നത്തെ രഥങ്ങൾ. മേഴ്സിഡസ് ബെൻസ് എന്നൊക്കെ പറയത്തില്ലേ? വണ്ടിയൊക്കെ കാണുമ്പോൾ അടുത്ത് പോയി നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കും. അന്നത്തെ BMW, ഹല്ലേലൂയ, അന്നത്തെ സ്വത്രം ഏറ്റവും ടോപ്പ് വാഹനങ്ങളിൽപ്പെട്ട സംഭവമാണ് മിസ്രൈമ്യ രഥങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ജർമ്മനിയുടെ ഒരു വലിയ ടോപ്പ് ലെവലിലുള്ള കാറ്, ലക്ഷറി കാർ കിട്ടിയാൽ അത് ഭയങ്കര ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമാണ്. കോടീശ്വരന്മാരൊക്കെ ജർമ്മൻ ടെക്നോളജിയാണ്. ജർമ്മൻ ടെക്നോളജി, ജർമ്മന്റെ കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രൗഢിയാണ്. ഹല്ലേലൂയ. മെയിൻ ഈജിപ്തിന്റെ രഥം എന്നൊക്കെ പറഞ്ഞാണല്ലോ അന്നത്തെ കാലത്ത് ഭയങ്കര സംഭവമാണ്. യാക്കോബ് ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഈ അപ്പനെയും മക്കളെയും മിസ്രൈമിൽ കൊണ്ടുപോകാൻ ഇവര് നേരത്തെ എങ്ങനെ പോയെന്നറിയോ? 10 പേരെ വിളിച്ച മക്കളെ എങ്ങനെ നിങ്ങൾ പോയേ? ഈ ഒന്നും പറയണ്ട. കഴുതപ്പുറത്ത് കേറി കുറെ നടന്ന് കഷ്ടപ്പെട്ടൊക്കെ ചെന്നത്. ഒരു രഥവും ഇല്ലായിരുന്നു, ഒരു വാഹനവും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എങ്ങനെ പോകുന്നറിയാമോ? ഇപ്പോൾ കഴുതപ്പുറത്തൊന്നുമല്ല, കുതിരപ്പുറത്താ, രഥത്തിലാണ്. രഥത്തിൽ ആ രഥത്തിന്റെ സിമ്പിൾ കണ്ടോളാം. ആമേൻ. അത് രാജകൊട്ടാരത്തിന്റെ വകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മിസ്രൈമിലെ കൊട്ടാരത്തിന്റെ വകയാണ്. അതിനകത്ത് ആരാ കയറുന്നറിയാമോ? പ്രഭുക്കന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ്. രാജാക്കന്മാരും അവർ രാജസദസ്സിലെ മഹത്തുക്കളും മന്ത്രിമാരും പ്രഭുക്കന്മാരും സഞ്ചരിച്ചിരുന്ന വാഹനമായ രഥങ്ങൾ. ആ രഥങ്ങളിൽ സൈനിക മേധാവികൾ സഞ്ചരിക്കുന്ന രഥം ഈ രഥത്തിലാണ്. ഇതോ അബ്രഹാം, ഇവിടെ നോക്കൂ, യാക്കോബും അവരുടെ തലമുറകളും കയറി പുറപ്പെട്ടു വരുന്നത്. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാണല്ലോ. ഹല്ലേലൂയ. ചെറിയ രീതിയൊന്നുമല്ല, നിന്റെ ചിന്തകൾക്കും അപ്പുറത്ത് നീ കയറിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറ്റി, നീ ഇന്നുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വേദനയിലൂടെ നിന്നെ കൊണ്ടുപോകാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. അങ്ങനെ അവര് മിസ്രൈമിലെത്തി. ആമേൻ. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്
യോസേപ്പ് ഉള്ള കാലഘട്ടമെല്ലാം ഇവർക്ക് സമൃദ്ധിയായിരുന്നു. യോസേപ്പ് എപ്പോഴും ക്രിസ്തുവിന്റെ നിഴലാണ്, ക്രിസ്തുവിന്റെ നിഴലാണ് യോസേപ്പ്. യോസേപ്പ് ഉള്ള കാലഘട്ടം എല്ലാം ഇവർക്ക് എന്താണ്? അനുഗ്രഹമാണ്. ഇവർക്ക് വരെ ഒരു പോരാട്ടവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഹാപ്പിയാണ്. എന്ന് യോസേപ്പ് മരിച്ചു, അർത്ഥാൽ മരണം ഒരു വേർപാടാണ്. യോസേപ്പ് അവർക്ക് നഷ്ടപ്പെട്ടു. അന്ന് അവരുടെ കഷ്ടകാലം തുടങ്ങി. കർത്താവ് നഷ്ടപ്പെട്ടാൽ അത് വലിയ കഷ്ടമാണ്. വേറെ എന്തെല്ലാം ഉണ്ടെങ്കിലും പകരമാകത്തില്ല. ഇന്ന് രാത്രി വീണ്ടും ഓർപ്പിക്കുന്നു, കർത്താവിന്റെ സാന്നിധ്യമാ വലുത്. ദൈവസ്ഥാനത്തെ നീ മുറുകെ പിടിച്ചോണം, സാന്നിധ്യത്തെ നീ മുറുകെ പിടിച്ചോണം. അവിടെ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ആമേൻ, യോസേപ്പിനെ അറിയാത്ത മറ്റൊരു ഫറവോ രംഗത്ത് വന്നു. ആമേൻ. എനിക്ക് അവിടെ കർത്താവിന്റെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ചോദ്യം, ആമേൻ, കർത്താവേ, യോസേപ്പിനെ അറിയാത്ത ഫറവോൻ വരാതെ യോസേപ്പിനെ ഒക്കെ അറിയാവുന്ന ഒരു ഫറവോൻ വരുവാണെങ്കിൽ അങ്ങേക്കത് പറ്റത്തില്ലേ? കാരണം രാജാക്കന്മാരെ നീക്കുകയും വാഴിക്കുകയും ചെയ്തത് ആരാ? ദൈവം. ദൈവം അറിയാതെ ഒരു വ്യക്തിയും രാജാവാകത്തില്ല. ആരെല്ലാം എങ്ങനെയെല്ലാം ഭരിച്ചാലും എങ്ങനെയെല്ലാം ശ്രമിച്ചാലും രാജസ്ഥാനത്തായിരിക്കണമെന്ന് ആര് നിശ്ചയിക്കും? ദൈവമാണ്. എന്റെ ചോദ്യം, കർത്താവേ, അങ്ങയുടെ മക്കൾ ഈ യോസേപ്പിനെ അറിയാത്ത ഫറവോൻ വന്നാൽ അവൻ ഇവർക്കെതിരാകുമെന്നും ഇവര് കഷ്ടപ്പെടുമെന്നും ഇവർ അയ്യം വിളിക്കുമെന്നും ഇവരുടെ ജീവിതം എന്താവും? കൈപ്പാകുമെന്നും അങ്ങേക്കറിയത്തില്ലേ? ഇസ്രായേൽ മക്കൾക്ക് അറിയത്തില്ല. പക്ഷെ ആദ്യം തന്നെ അവസാനം അറിയുന്നവനാ ദൈവം. അങ്ങേക്കറിയത്തില്ലേ? എന്നാലും മനഃപൂർവമായി അവരെ ഈ കഷ്ടതയ്ക്ക് ദൈവം എന്തിനു വിട്ടുകൊടുത്തു? ആദ്യത്തെ ചോദ്യം എന്താണ്? യാക്കോബിനെ വിട്ട് ശാപം എന്തിനാ വന്നേന്ന്. അതിന്റെ ഉത്തരം കിട്ടിയല്ലോ. ഇപ്പോഴത്തെ ചോദ്യം, യോസേപ്പിനെ അറിയുന്ന ഫറവോനെ രാജസ്ഥാനത്ത് എത്തിക്കാതെ യോസേപ്പിനെ അറിയാത്ത രാജാവിനെ ഫറവോയെ എന്തിനങ്ങ് നിയമിച്ചു? അതിന്റെ ഉത്തരം പറയാം. യോസേപ്പിനെ അറിയുന്ന ഫറവോയാണ് വന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അന്നേരമാണ് മോശ നിയമമൊക്കെ പ്രാപിച്ച് വെളിപ്പാടൊക്കെ പ്രാപിച്ച് വരിക. ഇസ്രായേൽ മക്കളെ, പാലും തേനും ഒഴുകുന്ന നാട്, കനാൻ നാട്, അവിടെ പോകാൻ വേണ്ടി ഒരുങ്ങിക്കോ, നിങ്ങൾ റെഡി ആയിക്കോ, നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാ. ദൈവം നമ്മെ അങ്ങോട്ട് അയക്കാൻ പോകുന്നത് ഇതല്ല നമ്മുടെ നാടെന്നൊക്കെ പറഞ്ഞാൽ അവര് മോശം വിളിക്കും. ദേവദാസനെ, പ്രസംഗമൊക്കെ കൊള്ളാം, സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവില്ല. പാലും തേനും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പാലും തേനും കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇനി അവിടെ ചിലർ കൂടുതലുണ്ടെങ്കിലും ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം, ഒരു പ്രശ്നവും ഇല്ല. മാത്രമല്ല, ഞങ്ങളുടെ കനാനും ഞങ്ങളുടെ സ്വർഗവും ഒക്കെ ഇപ്പൊ ഇതാ. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് ഉപദേശി പോയാട്ടെ. ഉപദേശിക്ക് നിർബന്ധമാണെങ്കിൽ ഉപദേശി അങ്ങ് പൊക്കോ, ഞങ്ങൾ വരുന്നില്ല. ആമേൻ, ആമേൻ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി നിന്നെ മിസ്രൈമിൽ കിടത്താൻ വേണ്ടിയല്ല, നിന്നെ കനാനിലെത്തിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. വാഗ്ദത്ത കനാനിൽ ഇവരെ എത്തിക്കണമെങ്കിൽ മിസ്രൈമുമായിട്ട് ഇവരുടെ ഹൃദയം വേറുറച്ച് കിടക്കുക. ആ ഹൃദയത്തിന്റെ വേരുകളൊന്ന് ഇളകണം. മിസ്രൈമുമായിട്ട് ഭയങ്കര ഒരു ബന്ധം കിടക്കുന്നുണ്ട്. ആ ബന്ധം ഒന്ന് മുറിയണം. കർത്താവേ, വെല്ലച്ചാതി ഞങ്ങൾക്കൊന്ന് പോയാ മതിയേ. അവൻ ലോകവും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് അഗ്രനാട്ടിലൊന്ന് പോയാ മതിയേ എന്ന് പാടുന്ന ലെവലിലേക്ക് ഇവരെ നായി തീരണം. കിട്ടുന്നുണ്ടോ? കാര്യം
ഇവിടെ പ്രശ്നങ്ങളാണ്. ഇവിടെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ല. ഇവിടെ കാര്യങ്ങൾ സ്മൂത്ത് അല്ലാതെ വരുമ്പോഴാ എനിക്കിവിടെ വിടാൻ തോന്നുന്നത്. പിടികിട്ടുന്നുണ്ടോ? യോസേഫിനെ അറിയാത്ത ഫറവോയെ എന്തൊരു ദൈവം കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് പുറത്തു പോകണം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ, കേൾക്കണേ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ ആദ്യം മിസ്രൈം ഇവരുടെ അകത്തു നിന്ന് പുറത്തു പോകണം. ഹല്ലേലൂയ. എനിക്ക് ലോകം വിട്ടു പോകണമെന്ന് പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ ആദ്യം ലോകം എന്റെ അകത്ത് കയറിയിട്ടുണ്ട്, അത് എന്റെ അകത്തു നിന്ന് പുറത്തു പോകണം. ഹല്ലേലൂയ. കർത്താവ് വേഗം വരാൻ പോകുന്നെന്ന് പറയുമ്പോൾ ഉറക്കെ ഒരു ഹല്ലേലൂയ പറയാനുള്ള തീഷ്ണതയൊക്കെ ഉണ്ടാകണമെങ്കിൽ ലോകം ആദ്യം എന്റെ അകത്തുനിന്ന് പുറത്തു പോകണം. ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ എന്ന് പറയാൻ പലർക്കും മടിയാണ്. കർത്താവെ, അങ്ങ് വരണമെന്നിരിക്കല്ലേ, പക്ഷെ ഉടനെ ഒന്നും വന്നില്ലേ, ഒരു കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്മൂത്തായി വന്നിട്ട് ഹല്ലേലൂയ ഞങ്ങളെ ചേർക്കാൻ വേണ്ടി വന്നാൽ മതി. ഈ ചിന്താഗതി മാറണമെങ്കിൽ അകത്തു കിടക്കുന്ന ലോകം പുറത്തു പോകണം. മിസ്രൈം നിന്റെ അകത്താണ്. നീ മിസ്രൈമിന്റെ അകത്താണ് എന്നുള്ളതിനേക്കാൾ നിന്റെ അകത്ത് മിസ്രൈമാണ്. ഇന്ന് രാത്രിയിൽ ലോകമോഹങ്ങൾ അകത്തുനിന്ന് മാറിപ്പോകട്ടെ. ലോക സ്നേഹങ്ങൾ അകത്തുനിന്ന് മാറിപ്പോകട്ടെ. ലോക ഇച്ഛകൾ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് മാറിപ്പോകട്ടെ. അങ്ങനെ മാറിയാൽ എങ്ങനെ അറിയാം പാസ്റ്ററെ? മിസ്രൈം എന്റെ അകത്തുനിന്ന് പോയെന്ന് എങ്ങനെ അറിയാം? ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം ദൈവവചനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ദൈവവചനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം അതിനു വേണ്ടി ചെലവഴിക്കും. ഹലോ, കാരണം ദൈവവചനം വായിക്കാൻ എടുക്കുന്ന സമയം 5 മിനിറ്റ്. സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന സമയം എത്രയാ? 2-3 മണിക്കൂറൊക്കെ. ഓർമ്മൊന്നും വേണ്ട. ബാക്കിയുള്ളതൊന്നും നിങ്ങൾ കാണാൻ കണ്ണ് ഇച്ചറുള്ളതും കണ്ണടഞ്ഞു പോകുന്നതുകൊണ്ടങ്ങ് അടയ്ക്കുന്നത്. വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു കമ്പ് വേണമെങ്കിൽ കുത്തി നിർത്തിയായാലും ഞാൻ പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ലോകം പോയെന്നുള്ളതിന്റെ തെളിവ് നിന്റെ പെരുമാറ്റത്തിനറിയാം. നീ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, നിന്റെ സമയം നീ എന്തിന് സ്പെൻഡ് ചെയ്യുന്നു, ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇന്ന് രാത്രിയിൽ യോസേഫിനെ അറിയാത്ത ഫറവോമാർ രംഗത്ത് വരുന്നുണ്ട്. ഇന്ത്യയിൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലോക രാജ്യങ്ങളിൽ അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. പീഡനങ്ങൾ പെരുകുന്നുണ്ട്, പ്രതിസന്ധികൾ പെരുകുന്നുണ്ട്. അതിനകത്ത് അലസരായി അവയെ ഒരു പൊത്തുവിരുദ്ധമായ അവസ്ഥയിൽ പോകാൻ പറ്റത്തില്ല. അവൻ ശക്തമായ പ്രതികൂലങ്ങൾ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ അഭിഷേകം ആവശ്യമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണേ. സ്തോത്രം. ഞാൻ അടുത്ത ഒരു കഥമായിട്ട് പറയാം. ഇവര് ഇസ്രായേൽ മക്കളാണ്. ഇസ്രായേൽ മക്കൾ ഇപ്പൊ എവിടാണ്? മിസ്രൈമിലാണ്. ഇവരുടെ മക്കൾ പഠിക്കുന്നത് ഏത് സ്കൂളിലാണ്? ഇസ്രായേൽ സ്കൂളിൽ. ഇവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ ആരാ? ഇവരുടെ ഇസ്രായേൽ മക്കളെ പെൺകുട്ടികളും ആൺകുട്ടികളും ആമേൻ സർവകലാശാലയിൽ പോകുന്നുണ്ട്. ഏത് സർവകലാശാലയാ? ഏത് യൂണിവേഴ്സിറ്റിയാ? മിസ്രൈം യൂണിവേഴ്സിറ്റിയാ. സംശയമൊന്നുമില്ലല്ലോ. ആമേൻ. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന വാഹനം മെയിൻ ഏതാ? നമ്മുടെ നാട്ടിൽ KL എന്നൊക്കെ പറയുന്നത് പോലെ, ഇവിടെ കുവൈറ്റിന്റെ കാണിക്കുന്നത് പോലെ അവിടെ മിസ്രൈമിന്റെ കാണിക്കുന്നത്, ഈജിയാ കാണിക്കുന്നത്, ഈജിപ്തിന്റെ. കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. അവരുണ്ടാക്കുന്ന വീട് എവിടുത്തെ മെറ്റീരിയല? മിസ്രൈമിലെ മെറ്റീരിയല. ഇവര് കഴിക്കുന്ന ഫുഡ് എവിടുന്ന് ഉണ്ടാക്കുന്നതാ? മിസ്രൈമിന്നാണ്. അല്ലെ? ഇവര് കുടിക്കുന്ന വെള്ളം, വീട്ടിലെ പൊട്ടുസൂരി തൊട്ട് സകല സാധനവും എവിടുത്തെയാ? മെയ്ഡ് ഇൻ ഈജിപ്റ്റ്.
പക്ഷെ ഇതൊക്കെ സത്യമാണ്. നീ ആരല്ല, ഉപയോഗിക്കുന്ന വണ്ടി ഇരുട്ടല, അവൻ കിടക്കുന്ന വീട്, കിടക്കുന്ന ബെഡ്, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഫുഡ്, പഠിക്കുന്ന സ്കൂള്, ഇതെല്ലാം ഈജിപ്റ്റാണ്. പക്ഷെ നീ ആരല്ല, നീ ഈജിപ്തുകാരനല്ല. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. എന്റെ പിതാവ് എന്റെ ചെറിയ പ്രായത്തിൽ എന്നെ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, നീ ആരാണെന്ന് മറക്കരുത്, നീ ആരാകേണ്ടവനാണെന്നും മറക്കരുത്. പിടികിട്ടുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ നൽകിയ 2 ഉപദേശങ്ങളാണ്. ഒന്ന്, നീ ആരാണ്, നീ ഒരു ദൈവ പൈതലാണ്, നീ ഒരു ദൈവദാസന്റെ മകനാണ്, നീ ഒരു പാസ്റ്റർ മകനാണ്. അവൻ പോരാ, നീ ആരാകേണ്ടവനാ. നിന്റെ ഒരു വിളി കിടക്കുന്നുണ്ട്, നിന്റെ ഒരു ശുശ്രൂഷ കിടക്കുന്നുണ്ട്. അവൻ നീ തിരിച്ചറിഞ്ഞു വേണം സംസാരിക്കുക. പിടികിട്ടുന്നോട് ഞാൻ പറയുന്നത്, അങ്ങനെ ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് പറിച്ചെടുക്കുവാൻ, മിസ്രൈമിൽ അവരെ കുടുക്കിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പറിച്ചെടുക്കുവാൻ യോസേപ്പിനെ അറിയാത്ത ഫറവോ വരുവാൻ ദൈവം സമ്മതിച്ചു. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. ആമേൻ. മിസ്രൈമിൽ നിന്ന് അവർ പുറത്തു വരണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, ഫറവോയെ മാത്രം തൊട്ടിട്ട് കാര്യമില്ല. അവിടെ ദൈവദത്തമായ പ്രവൃത്തികൾ, വീര്യ പ്രവൃത്തികൾ വെളിപ്പെട്ടേ മതിയാകുള്ളൂ. ഒരിക്കൽ കൂടെ നാം വായിച്ച കുറുവാക്യം ഒന്ന് വായിക്കാമോ? പുറപ്പാട് 11:9. മിസ്രൈമിൽ എന്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോ നിങ്ങളുടെ വാക്ക്, എന്നാ പിന്നെ കർത്താവ് പ്രസംഗിക്കാതിരുന്ന പോലെ. നമ്മളെ ഈ പ്രാർത്ഥിച്ചൊരുക്കി ദൂതം തയ്യാറാക്കി എഴുതിട്ട് നിൽക്കുമ്പോ കർത്താവ് പറയാ, നീ പ്രസംഗിക്കുകയും ചെയ്തു, പക്ഷെ ആരും കേൾക്കത്തില്ല. എങ്ങനെയുണ്ട്? നമ്മൾ പ്രാർത്ഥിച്ച് ദൂതൊക്കെ തയ്യാറാക്കി എഴുന്നേറ്റ് നിൽക്കുമ്പോ കർത്താവ് പറയാ, നീ പ്രസംഗിച്ചത് ആരും എന്ത് ചെയ്തില്ല, കേൾക്കത്തില്ല. ഹല്ലേലൂയ. എന്നാ പിന്നെ കർത്താവ് ഞാൻ പ്രസംഗിക്കണോ? ഹല്ലേലൂയ. നീ പ്രസംഗിക്കുന്നത് അവര് കേൾക്കാൻ വേണ്ടിയല്ല, എന്റെ പ്രവൃത്തി വെളിപ്പാൻ വേണ്ടിയാണ്. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ആര് കേൾക്കുന്നുണ്ട് കേൾക്കുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന സബ്ജക്ട്. ദൈവമാണ് തന്നെ അയച്ചതെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിശ്ചയമായി വെളിപ്പെട്ടു വരും. കേൾക്കാതിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനകത്തും ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. കേൾക്കുന്നില്ലെങ്കിൽ അത് നീ ഉറപ്പിച്ചോ, കേൾക്കുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ. മിസ്രൈമിൽ എന്റെ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്തു. ഇസ്രായേലിൽ 2600-ലധികം ആരാധന മൂർത്തികളുണ്ട്. ആ ശക്തികൾക്കൊന്നിനും ഒരു ശക്തിക്ക് പോലും തടയാൻ പറ്റാത്ത ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തി. ദൈവം ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തുടങ്ങിയാൽ ഒരു അന്ധകാര ശക്തിക്കും അതിനെ തടയാൻ കഴിയത്തില്ല. ഏത് സാത്താന്റെ ഈറ്റിലമാണെങ്കിലും അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവം അയച്ച ബാധയെ ഒന്നിനെ പോലും ദൈവം ഇസ്രായേലിനെ ദണ്ഡിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ച ബാധകളിൽ ഒരു ബാധയെ പോലും തടയുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല, ഒരു മന്ത്രവാദത്തിനും കഴിഞ്ഞില്ല, ഒരു ആവിചാരത്തിനും കഴിഞ്ഞില്ല, ഒരു വൈശാസിക ശക്തിക്കും കഴിഞ്ഞില്ല. 2600-ലധികം ആരാധന മൂർത്തി ഉണ്ടായിട്ട് ഒരു ദുഷ്ടഭൂതത്തിന് പോലും തടയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി ഉറക്കെ നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഒന്ന് എഴുന്നേറ്റാൽ ദൈവപ്രവൃത്തി ആരംഭിച്ചാൽ അതിനെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ ശക്തിയോടെ ഈ ഇടത്തോട് സംസാരിക്കുകയാണ്. നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുകയാണ്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ചലിക്കുവാൻ പോകുകയാണ്. ആമേൻ. പുറപ്പാട് 12 വായിച്ചത് വാക്കിൽ അവസാനിപ്പിക്കുക. ദൃശ്യമേഖലയിൽ എന്റെ പ്രവൃത്തി വെളിപ്പെടും. അത് ആദ്യത്തെ വാക്യം. കാണുന്ന മേഖലയിൽ, കാണുന്ന വ്യക്തികളിൽ, ദൃശ്യമായ മണ്ഡലങ്ങളിൽ എന്റെ പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്തും. 2, ദേവന്മാരിലും. അത് ആത്മമണ്ഡലമാണ്, അത് കാണുന്ന മണ്ഡലമല്ല, അത് കാണാത്ത മണ്ഡലമാണ്.
കൺട്രോൾ ചെയ്യുന്ന ആ അധികാര ശ്രേണിയുടെ മേൽ ഞാൻ ന്യായവിധി നടത്തും. കാണുന്ന മേഖലയിലും കാണാത്ത മേഖലയിലും എന്റെ കരം ചലിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ. അന്തർക്കമന ദൈവസഭയുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ടവുമായി ബന്ധപ്പെട്ട് കാണത്തക്കവണ്ണമുള്ള മാറ്റങ്ങൾ ദൈവം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. കാണത്തക്കവണ്ണമുള്ള നിറവ്, കാണത്തക്കവണ്ണമുള്ള വിടുതലുകൾ, കാണത്തക്കവണ്ണമുള്ള അത്ഭുതങ്ങൾ ഓ സഭയെ നീ കാണുവാൻ പോകുന്നു. ദൈവം അത്ഭുതങ്ങളെ ഭരിക്കുന്നത്, അത്ഭുതങ്ങളുടെ ഭരിപ്പ് നീ ദൃശ്യം കണ്ടു കാണൂ. പോരാ പോരാ പോരാ, ആത്മാമണ്ഡലത്തിൽ അത് വെളിപ്പെട്ടു വരൂ. ആത്മാമണ്ഡലത്തിൽ വെളിപ്പെട്ടു വരൂ. കർത്താവേ, എന്തിനാണ് ഈ അത്ഭുതങ്ങളുടെ പെരുപ്പ്? പറയും എന്റെ കുഞ്ഞ്, എന്റെ ജനത്തിന്റെ കണ്ണുനീര് അവർ 1-2 ദിവസമായി അവർ കരഞ്ഞത് 400 കൊല്ലത്തെ നിലവിളിയാ. പിടികിട്ടുന്നുണ്ടോ? അത് ഒരു വർഷത്തെ കണ്ണുനീരല്ല, ഒരു വർഷത്തെ നിലവിളിയല്ല, 400 കൊല്ലത്തെ നിലവിളിയാ. പിടികിട്ടുന്നുണ്ടോ? ആ നിലവിളിയുടെ മറുപടി ഞാൻ വെളിപ്പെടുത്തുമ്പോൾ അത് ചെറുതായി പോകാൻ പറ്റത്തില്ല, അത് ചെറുതായി പോകാൻ പറ്റത്തില്ല. അത്ഭുതങ്ങളുടെ പെരുപ്പം ഉണ്ടായേ പറ്റൂ, അത്ഭുതങ്ങളുടെ പെരുപ്പം ഉണ്ടായേ പറ്റൂ. സഹോദരൻ പറഞ്ഞു, ഒത്തിരി നാൾ കാത്തിരുന്ന് കിട്ടിയ ജോലിയാ, കാത്തിരുന്ന് കിട്ടിയ പ്രൊമോഷനാണ്, കാത്തിരുന്ന് കിട്ടിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഞാൻ അതിന് ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നത് കുറഞ്ഞു പോകാൻ പാടില്ല. ഇത്രയും എക്സ്പെൻസീവായ നിലയിൽ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ എക്സ്പെൻസ് ഒരു വിഷയമല്ല. കാരണം ഇന്നലകളിൽ ഞാൻ കാത്തിരുന്നു കരഞ്ഞതിന്റെ മറുപടി എനിക്ക് കിട്ടിയത് നീ വെളിച്ചത്തിൽ ഞാൻ ചെയ്യുമ്പോൾ അത് ചെറുതാകാൻ പാടില്ല. ദൈവം നിനക്ക് നന്മ തരുമ്പോൾ അത് കുറഞ്ഞു പോകല്ല, കുറഞ്ഞു പോകല്ല. വിശുദ്ധിയല്ല ചെയ്യുന്നത്, യുക്തിച്ചല ചെയ്യുന്നത്, സമൃദ്ധിയോടെ ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. അത്ഭുതങ്ങളുടെ പെരുപ്പമുണ്ടാകട്ടെ, അത്ഭുതങ്ങളുടെ പെരുപ്പമുണ്ടാകട്ടെ. എവിടെ കണ്ണുനീര് വീണോ, എവിടെ കണ്ണുനീര് വീണോ അതേ മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ ഇസ്രായേൽ കണ്ടു, അത്ഭുതങ്ങൾ ഇസ്രായേൽ കണ്ടു. എവിടെ നിലവിളിച്ചോ അവിടെ അത്ഭുതം വെളിപ്പെടുത്തി, എവിടെ നിന്ദിച്ചോ, എവിടെ നിന്ദയായി മാറിയോ, എവിടെ പരിഹാസം അനുഭവിച്ചോ, എവിടെ 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 ഒറ്റപ്പെട്ടുവോ, അവർ താഴ്ത്തപ്പെട്ടുവോ, ഉറക്കപ്പെട്ടുവോ, അതേ മണ്ണിൽ ദൈവം മാനിച്ചു. സ്വന്തവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തെങ്കിൽ ഇസ്രായേൽ മക്കൾ മാറയിലെത്തിയപ്പോൾ വെള്ളം കയ്പായിരുന്നു. അവർ കയ്പ് കുടിച്ചു, അവർ കയ്പ് കുടിച്ചു. ദൈവം പറഞ്ഞു, ഓ ഇവിടെ കയ്പാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, 10 കിലോമീറ്റർ അങ്ങോട്ട് മാറി, 10 കിലോമീറ്റർ മാറിയിട്ട് ഒരു കുഴി കുടിക്കുക, അവിടെ നല്ല വെള്ളം കിട്ടും. അങ്ങനാണോ പറഞ്ഞേ? അങ്ങനാണോ പറഞ്ഞേ? കയ്പ് എവിടെ കുടിച്ചോ അവിടെ അവൻ സാധാരണ നിലയിൽ ഇവർ ആഗ്രഹിച്ചത് മധുരമുള്ള വെള്ളമല്ല, മധുരമുള്ള വെള്ളം അല്ല, നോർമൽ വെള്ളം ആഗ്രഹിച്ചത് അല്ലേ? വെള്ളത്തിന്റെ കയ്പ, കയ്പൊന്നും ആദ്യം കിട്ടിയാൽ മതി, ഇത്രയേ ഉള്ളൂ. അതായത് കയ്പ് മാറി മധുരം കൂടെ പഞ്ചസാരം കൂടെ കൊണ്ടുപോകും, അങ്ങനെ പറയുമോ? അല്ല, ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? കയ്പ് മാറ്റിയത് മാത്രമല്ല, ആ വെള്ളത്തെ മധുരമുള്ള വെള്ളമാക്കി മാറ്റി. നിങ്ങൾ മധുരമുള്ള വെള്ളം കുടിച്ചിട്ടുണ്ടോ? നാച്ചുറൽ ആയിട്ട് മധുരമുള്ള വെള്ളം നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ കുടിച്ചിട്ടുണ്ട്, ഇസ്രായേൽ കുടിച്ചിട്ടുണ്ട്. നാച്ചുറലി പ്രകൃതിദത്തമായി മധുരമുള്ള വെള്ളം അവർ കുടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നീ പ്രാർത്ഥിക്കുക. എവിടെ നീ കയ്പ് കുടിച്ചോ അവിടെ തന്നെ സ്വർഗ്ഗത്തിലെ മധുരം കുടിപ്പിക്കോ. എവിടെ നീ ഒറ്റപ്പെട്ടുവോ, എവിടെ നീ തകർക്കപ്പെട്ടുവോ, എവിടെ നീ പരിഹസിക്കപ്പെട്ടുവോ, എവിടെ ഒറ്റപ്പെട്ടുവോ, എവിടെ ശത്രുവിനോട് പോരാടിയോ, അതേ മണ്ഡലത്തിൽ സ്വർഗ്ഗ
നിന്നെ മാനിക്കുന്ന ദിവസങ്ങളുണ്ട്. സ്വർഗ്ഗത്തിലെ തലയെ ഉയർത്തുന്ന സമയമുണ്ട്. എല്ലാം കണ്ണുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രി ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഓ, അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ആ വാക്ക് നിങ്ങൾ ആവർത്തിച്ച് പറയുക. എന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ പെരുകണം കർത്താവേ. എന്റെ തലമുറയിൽ അത്ഭുതങ്ങൾ പെരുകണം. ഓ, സഭയിൽ അത്ഭുതങ്ങൾ പെരുകണം. ഓ രമന, ആരാധനയിൽ അത്ഭുതങ്ങൾ പെരുകണം. അവൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ അത്ഭുതങ്ങൾ പെരുകണം, 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 പെരുകണം. നീ നിൽക്കുന്ന ദേശത്തിൽ അത്ഭുതങ്ങൾ പെരുകണം. നീ വർത്തിരിക്കുന്ന മേഖലയിൽ അത്ഭുതങ്ങൾ പെരുകണം. കർത്താവേ, എന്നെ ഒരു മുഖ്യ കണ്ണിയാക്കി തീർക്കണമേ, ഒരു മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് ഓ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, ഈ കൂട്ടായ്മ അവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ കാണട്ടെ. അവർ കാതുകൾ കൊണ്ട് വലിയ ചൈതന്യത്തിന്റെ വാർത്തകൾ കേൾക്കട്ടെ. അടയാളങ്ങൾ കാണട്ടെ. നിവർത്തി കണ്ട് സന്തോഷിക്കട്ടെ. അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങട്ടെ. മിസ്രയും വിട്ട് അവരെ കനാനിൽ ചേർക്കത്തക്കവണ്ണം ഒരു ഒരുക്കമുണ്ടാകട്ടെ. മിസ്രയുമായി ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന എല്ലാ ബന്ധങ്ങളെയും അറുത്തു കളഞ്ഞ് ഓ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.